ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഐശ്വര്യ മിസ് എടുത്തതിൻ്റെ ബാക്കിയായിട്ടുള്ള വോള്യൂം 2, അതായത് മോഡ്യൂൾ 2 വരുന്ന ഗ്യാസ് ഫ്ലോ മെക്കാനിസം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യൂം എന്ന് പറഞ്ഞത് എന്താന്ന് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കാട്ടിലും ലോ ആയിട്ടുള്ള ഒരു പ്രഷറിനെയാണ് നമ്മൾ വാക്യൂം പ്രഷർ എന്ന് പറയുന്നത്. അപ്പം അതിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്യാസ് ഫ്ലോ മെക്കാനിസം എന്ന് പറഞ്ഞത്. അതായത് ഇവിടെ എന്താ തന്നിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഗ്യാസ് വന്നിട്ട് നമ്മൾ ഒരു പമ്പ് വെച്ചിട്ട് എവാക്വേറ്റ് ചെയ്യും തോറും അവിടെ എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ പ്രഷർ വന്നിട്ട് പ്രൊഡ്യൂസ് ആകും. അങ്ങനെ പ്രൊഡ്യൂസ് ആകുമ്പോഴത്തേക്കും പ്രഷർ വന്നിട്ട് ഡിക്രീസ് ആയിക്കൊണ്ടേ പോയിട്ട് സിസ്റ്റത്തിന്റെ പ്രഷർ വന്നിട്ട് എന്താകും അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെക്കാട്ടിലും കുറച്ചും കൂടി കുറഞ്ഞു, എന്നിട്ട് ലോ പ്രഷർ വാക്യൂം ആകും. എന്നിട്ട് ഒന്നും കൂടി നമ്മൾ പമ്പിങ് ചെയ്യും തോറും ഹൈ പ്രഷർ വാക്യൂം ആയിട്ട് മാറും. അങ്ങനെ ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഫ്ലോവിന്റെ പാറ്റേൺസ് വന്നിട്ട് മാറുന്നതായിരിക്കും. ഗ്യാസ് ഫ്ലോവിന്റെ പാറ്റേൺസ് വന്നിട്ട് വിസ്കസ് ഫ്ലോവിൽ നിന്ന് മോളിക്കുലർ ഫ്ലോ ആയിട്ട് നമുക്ക് ചേഞ്ചസ് ആകും. അതെന്താ വിസ്കസ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും, അതായത് വിസ്കസ് ഫ്ലോ എന്ന് പറയുമ്പോഴേക്കും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കോസിറ്റി വന്നിട്ട് ലിമിറ്റഡ് കുറവായിരിക്കും. അതായത് വിസ്കസ് ഫ്ലോവിനകത്ത് ഇത് മോളിക്കുലർ ഫ്ലോ എന്ന് പറയുമ്പോഴേക്കും എന്താണെന്ന് കഴിഞ്ഞാൽ ഗ്യാസ് വന്നിട്ട് മോളിക്കുലസ് ഫ്ലോ ആവുന്നത് ഫ്രീ ആയിരിക്കും. അതായത് എന്തുവിധ തടസ്സമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്ലോ ആവുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് മോളിക്കുലർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വിസ്കസ് ഫ്ലോ എന്ന് പറഞ്ഞ ഇതിൽ തന്നെ 2 ടൈപ്പ് ഓഫ് ഫ്ലോ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴേക്കും ടർബുലന്റ് ഫ്ലോ ആൻഡ് ലാമിനാർ ഫ്ലോ ആണ്. മൊത്തം ടോട്ടലി തന്നെ 3 ടൈപ്പ് ഓഫ് ഫ്ലോ റീജിയൻസ് ഉണ്ട്. വിസ്കസ് ഫ്ലോ, മോളിക്കുലർ ഫ്ലോ ആൻഡ് ട്രാൻസിഷണൽ ഫ്ലോ എന്ന് പറയും. ഫസ്റ്റ് വൺ വന്നിട്ട് വിസ്കസ് ഫ്ലോ ആണ്. സെക്കൻഡ് വൺ ട്രാൻസിഷണൽ ഫ്ലോ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫ്ലോ. മൂന്നാമത്തതാണ് മോളിക്കുലർ ഫ്ലോ. ഇതിൽ വിസ്കസ് ഫ്ലോ വന്നിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ ടർബുലന്റ് ഫ്ലോ ആൻഡ് ലാമിനാർ ഫ്ലോ എന്ന് നമ്മൾ പറയും. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, ഗ്യാസ് നമ്മൾ ഒരു സിസ്റ്റത്തിലുള്ള ഗ്യാസ് വന്നിട്ട് എവാക്വേറ്റ് ചെയ്യുമ്പോഴേക്കും അതിന്റെ പ്രഷർ കുറഞ്ഞു വന്നിട്ട് എന്താകും, ലോ പ്രഷറിന് ഹൈ വാക്യൂം ആയിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുന്നു പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ മാറുമ്പോഴേക്കും എന്ത് സംഭവിക്കും, അതായത് വിസ്കസ് ഫ്ലോവിൽ നിന്ന് മോളിക്കുലർ ഫ്ലോ ആയിട്ട് നമുക്ക് മാറുന്നതായിരിക്കും. മോളിക്കുലർ ഫ്ലോ എന്ന് പറഞ്ഞത് എന്താണ്, മോളിക്കിൾസ് വന്നിട്ട് ഫ്രീ ആയിട്ട് മൂവ്മെന്റ് ആകുന്ന ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും. ആദ്യം വിസ്കസ് ഫ്ലോവിൽ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അതിലുള്ള പാർട്ടിക്കൽ മൂവ്മെന്റ്സ് വന്നിട്ട് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ആയിട്ടായിരിക്കും മൂവ്മെന്റ്സ് ആകുന്നത്. അതായത് മോളിക്കിൾസ് ഒന്നിനൊന്ന് കൊളീഷൻസ് ആയിക്കൊണ്ടായിരിക്കും മൂവ്മെന്റ്സ് വന്നിട്ട് നമുക്ക് നടക്കുന്നത്. പിന്നെ വെലോസിറ്റീസ് വന്നിട്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾസിനെയും കാട്ടിലും ആക്സിസ് സെൻട്രൽ ആ പൈപ്പിന്റെ ആക്സിസിലായിരിക്കും കൂടുതലും ഇരിക്കുന്നത്. ഇതെടുത്ത് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ മൂവ്മെന്റ്സ് ആകുന്ന മോളിക്കിൾസ് വന്നിട്ട് ഒന്നില്ലെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് മൂവ്മെന്റ് ആകും എന്നല്ലാതെ ഇങ്ങനെ പാരലൽ ആയിട്ട്, അതായത് പൈപ്പിന്റെ പാരലൽ ആയിട്ട് ഇങ്ങനെ മൂവ്മെന്റ്സ് വന്നിട്ട് ആകത്തില്ല. പാർട്ടിക്കിൾസ് വന്നിട്ട് അതിന്റെ ഡയറക്ഷൻസ് എന്ത് ചെയ്യും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. വെലോസിറ്റിയും വന്നിട്ട് ഹൈ ആയിരിക്കും. ഇതാണ് നമ്മൾ വിസ്കസ് ഫ്ലോയിൽ ടർബുലന്റ് ഫ്ലോ ആൻഡ് ലാമിനാർ ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത്. ഇത് മോളിക്കുലർ ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എന്താ പറഞ്ഞത്, പാർട്ടിക്കിൾസ് വന്നിട്ട് ഫ്രീ ആയിട്ടായിരിക്കും മൂവ്മെന്റ്സ് ആകുന്നത്. ഇതിന്റെ കൊളീഷൻസ് എന്ന് പറയുന്നത് ഏതിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കിൾസ് തമ്മിലുള്ള, അതായത് പാർട്ടിക്കിൾസ് തമ്മിൽ അധികം വന്നിട്ട് ഉണ്ടാകത്തില്ല. കൂടുതലും കൊളീഷൻസ് ആകുന്നത് പൈപ്പിന്റെ വാൾസിലായിരിക്കും കൂടുതലും വന്നിട്ട് കൊളീഷൻസ് ആകുന്നത്. അതുകൊണ്ടാണ് ഹൈ വാക്യൂം വന്നിട്ട് പ്രൊഡ്യൂസ് ആകുന്നത്. വിസ്കസ് ഫ്ലോവിനകത്ത് എന്തായിരിക്കും, മോളിക്കിൾസ് വന്നിട്ട് വാൾസിനെയും കാട്ടിലും കൂടുതലും ഒന്നിനൊന്നും കൊളൈഡ് ആകുന്നതായിരിക്കും കൂടുതലും നമുക്ക് പറയുന്നത്. പിന്നെ ഈ പോയിന്റ് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ്കസ് ഫ്ലോക്കും മോളിക്കുലർ ഫ്ലോക്കും ഇടയിലുള്ള റീജിയനെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് റീജിയൻ അല്ലെങ്കിൽ ട്രാൻസിഷണൽ റീജിയൻ എന്ന് നമ്മൾ പറയാറുള്ളത് കേട്ടോ. അടുത്തത് ഇപ്പൊ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണ്, വിസ്കസ് ഫ്ലോ ആയിരിക്കാം, മോളിക്കുലർ ഫ്ലോ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫ്ലോ ആയിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ അങ്ങനെയൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനത്തെ ഫ്ലോയിലാണ് അത് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 നമ്പേഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്, 2 പാരാമീറ്റേഴ്സ് വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയുമ്പോഴേക്കും റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞതും പിന്നെ ക്രുൺസൺ നമ്പർ എന്ന് പറഞ്ഞതുമാണ്. റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞത് റെനോൾഡ്സ് എന്ന് പറഞ്ഞ ഒരാളാണ് കണ്ടുപിടിച്ചത്. കുൻസൺ എന്ന് പറഞ്ഞ ഒരാളാണ് കണ്ടുപിടിച്ചത്.
അപ്പൊ ഫസ്റ്റ് വൺ റെനോൾഡ്സ് നമ്പർ വെച്ചിട്ട് ആ ഫ്ലോവിനെ വിസ്കസ് ആണോ ലാമിനർ ആണോ മോളിക്കുലർ ആണോ എന്നുള്ളത് എങ്ങനെയാ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് റെനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് നോക്കാം. റെനോൾഡ്സ് നമ്പറിന്റെ ഈ സിമ്പിൾ വന്നിട്ട് ക്യാപിറ്റൽ ആർ സഫിക്സ് ഇ എന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ റെനോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. അതായത് ആ ഗ്യാസിന്റെ ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി, ആ പൈപ്പിന്റെ ഡയാമീറ്റർ അതുക്കും പിന്നെ വിസ്കോസിറ്റി ഓഫ് ദി ഗ്യാസ്ക്കും ഉള്ള റേഷ്യോയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റെനോൾഡ്സ് നമ്പർ എന്ന് നമ്മൾ പറയുന്നത്. ഈ റെനോൾഡ്സ് നമ്പർ വന്നിട്ട് നമ്മൾ എന്താണ് ലാമിനാർ ഇന്റർമീഡിയറ്റ് ടർബുലന്റ് ഫ്ലോ എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ഈ റെനോൾഡ്സ് നമ്പറിന്റെ വാല്യൂ വന്നിട്ട് 2100 കാട്ടിലും കുറവായിട്ടാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴേക്കും അത് ലാമിനാർ ഫ്ലോവിലാണ് മൂവ്മെന്റ് ആകുന്നത് എന്ന് മനസ്സിലാക്കണം. ലാമിനാർ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പാർട്ടിക്കിൾസ് വന്നിട്ട് പാരലൽ ആയിട്ടായിരിക്കും മൂവ്മെന്റ്സ് ആകുന്നത്. ഇത് റെനോൾഡ്സ് നമ്പർ വന്നിട്ട് 2100ക്കും 4000ന്റെ ഇടയിലുമാണ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ട്രാൻസിഷണൽ ഫ്ലോ ആയിരിക്കും. ഇത് റെനോൾഡ്സ് നമ്പറിന്റെ വാല്യൂ 4000നെയും കാട്ടിലും കൂടുതലായിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അത് ടർബുലന്റ് ഫ്ലോവിലായിരിക്കും ഫ്ലോ ആകുന്നത്. ഓക്കെ, അടുത്ത ഇനിയൊരു ടൈപ്പ് എന്താണ്, കുൻസൻ നമ്പർ ആണ്. കുൻസൻ നമ്പർ എന്ന് പറയുന്നതിന് നമ്മൾ ക്യാപിറ്റൽ കെ ഇട്ടിട്ട് സഫിക്സിൽ എൻ ഇടണം. ഇതാണ് ഇതിന്റെ സിമ്പൽ. ഇത് കുൻസൻ നമ്പർ എന്ന് പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഫ്രീ പാത്ത് ഓഫ് ദ മോളിക്യൂൾക്കും ഡയാമീറ്റർ ഓഫ് ദ പൈപ്പുക്കും ഉള്ള റേഷ്യോവയാണ് നമ്മൾ കുൻസൻ എന്ന് പറയുന്നത്. അതായത് കെ എൻ ഈക്വൽ ടു ഡെൽറ്റ ബൈ ഡി. ഇനി ഇതിന്റെ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് 1/kn ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞിട്ട് വരും, എന്താണ് റെസിപ്രോക്കൽ ആയിരിക്കും, ഡി ബൈ ലാംഡ എന്നാകും. അപ്പൊ 1/kn വാല്യൂ വന്നിട്ട് 110നെയും കാട്ടിലും കുറവായിട്ടാണെന്നുണ്ടെങ്കിൽ അത് വിസ്കസ് ഫ്ലൂ ആയിരിക്കും. ഇതേത് 1ക്കും 110ന്റെ ഇടയിലുമാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് ട്രാൻസിഷണൽ ഫ്ലോ ആയിരിക്കും. 1നെയും കാട്ടിലും കുറവാണെന്നുണ്ടെങ്കിൽ അത് മോളിക്കുലർ ഫ്ലോ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത പാർട്ട് നമുക്ക് നോക്കാം.